നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ യൂറോപ്പ ലീഗിൻ്റെ ലീഗ് ഘട്ടവും അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ മികച്ച പ്രകടനമാണ് റയൽ ബെറ്റീസിനായിട്ട് ആൻ്റണി പുറത്തെടുത്തിരിക്കുന്നത്. ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മിന്നിക്കത്തിയ ഒരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. ആൻ്റണിയുടെ ഒരു പ്രകടനം, അതുപോലെ വിജയിച്ച് കയറിയിരിക്കുന്നു റയൽ ബെറ്റീസ്. ഫെനൂർദിനെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവരിതാ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ യൂറോപ്പ ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 നേരിട്ടെത്തിയ 8 ടീമുകൾ ലിയോണ്, ആസ്റ്റൺ വില്ല, അതുപോലെ ഡാനിഷ് ക്ലബ്ബായിട്ടുള്ള മേറ്റ്ലാൻഡ്, പിന്നെ റയൽ ബെറ്റീസ് 4-ാം സ്ഥാനത്ത്, FC പോർട്ടോ 5-ാമത്, ബ്രാഗ 6-ാമത്, SC ഫ്രീബർഗ് 7-ാമത്, AS റോമ 8-ാമത്. ഈ ടീമുകളാണ് ഇപ്പോൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 എത്തിയത്. അതായത് ലിയോൺ 1, ആസ്റ്റൺ വില്ല 2, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ദെൻ നമ്മൾ UEFA ചാമ്പ്യൻസ് ലീഗിലെ പോലെ തന്നെ 9-ാം സ്ഥാനം മുതൽ 24-ാം സ്ഥാനം വരെയുള്ളവർ പ്ലേ ഓഫ് കളിക്കണം. സെയിം റൂളാണ്. സോ യൂറോപ്പ ലീഗിൽ ഇതാ ആൻ്റണിയുടെ ടീം, എൻട്രിക്കിൻ്റെ ടീം, ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റൺ വില്ല, പോർച്ചുഗൽ ക്ലബ്ബായിട്ടുള്ള പോർട്ടോ, അതുപോലെ ഡിബാലയുടെ AS റോമ, ഈ ടീമുകളൊക്കെ മുന്നോട്ടേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആൻ്റണി മികച്ച പ്രകടനമാണ് യൂറോപ്പ ലീഗിലുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. നോക്കുക, ഗോളും അസിസ്റ്റും ഫെനൂർദിനെതിരെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നു. അപ്പോൾ 7 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് 6 യൂറോപ്പ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഈ സീസണിൽ ആൻ്റണിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 7 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഇപ്പോൾ ഇന്നലത്തെ കളി മാത്രം നോക്കിയാൽ ഒരു ഗോൾ, ഒരു അസിസ്റ്റ്, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 ഡ്രിബിളിങ്ങുകൾ അദ്ദേഹം കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു, 8 ഡ്യുവൽസ് അദ്ദേഹം സക്സസ്ഫുൾ ആക്കി. അങ്ങനെ മികച്ച പ്രകടനമാണ് ഇന്നലെയും ആൻ്റണിയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ആൻ്റണിയും എൻട്രിക്കും ഡിബാലയും ഒക്കെ മുന്നോട്ടേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.